കേരളത്തിന്റെ തനതായ ദൃശ്യ കലാരൂപമാണ് കഥകളി. അനുഷ്ഠാന കലകളിലെ പല അംശങ്ങളും സമന്വയിപ്പിച്ച് കൊട്ടാരക്കര തമ്പുരാൻ തുടങ്ങിവെച്ച രാമനാട്ടമാണ് കഥകളിയായി പരിണമിച്ചത്. കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. മോഹിനിയാട്ടം മനോഹരമായ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. തനി കേരളീയമായ ഈ കലാരൂപത്തിന് ധരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം മലയാള തനിമ ഉള്ളതാണ്. കസവു കരയുള്ള ചേലയും ബ്ലൗസുമാണ് വസ്ത്രം. മുടി കെട്ടുന്നത് കേരളീയ വനിതകളുടെ പരമ്പരാഗത രീതിക്ക് യോജിച്ച നിലയിലാണ്. തെയ്യം ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള വാദ്യം, ഗീതം എന്നിവ ചേർന്നുള്ള അനുഷ്ഠാന നടന കലാരൂപമാണ് തെയ്യം. മനുഷ്യൻ ദേവതാരൂപം ധരിച്ച് ഉറഞ്ഞു തുള്ളുകയും അതിലൂടെ ദേവതയെ പ്രീതിപ്പെടുത്തുകയും ദേവത സമൂഹത്തിന് ഐശ്വര്യവും സമാധാനവും നൽകുന്ന വിശ്വാസ പ്രക്രിയയാണ് തെയ്യം. ദൈവം എന്നതിന്റെ വാമൊഴി രൂപമാണ് തെയ്യം. കളരിപ്പയറ്റ് കേരളത്തിന്റെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ്. കേരളത്തിലെ മിക്ക കലാരൂപങ്ങളിലും കളരിപ്പയറ്റിന്റെ സ്വാധീനം കാണാൻ സാധിക്കും. ആൺ പെൺ വ്യത്യാസമില്ലാതെ ബാല്യത്തിൽ തന്നെ കളരിയിൽ ചേർത്ത് മെയ്യഭ്യാസം പരിശീലിപ്പിക്കുന്ന രീതി പഴയ കാലത്ത് കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. തിരുവാതിരക്കളി കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്ത കലാരൂപമാണ് തിരുവാതിരക്കളി. മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കപ്പെടുന്ന ഈ നൃത്തം വനിതകൾ ചെറിയ സംഘങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. ഓട്ടൻതുള്ളൽ 300ഓളം കൊല്ലം മുമ്പ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. സാധാരണക്കാരന്റെ കഥകളി എന്നും ഓട്ടൻതുള്ളൽ അറിയപ്പെടുന്നു. നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിശകലനവും എല്ലാം ചേർത്ത് രചിച്ച പാട്ടുകൾ ബഹുജനങ്ങൾക്ക് ആകർഷകമാംവിധം ചടുല നൃത്തമായി അവതരിപ്പിക്കുകയാണ് ഓട്ടൻതുള്ളൽ. ചാക്യാർകൂത്ത് കേരളത്തിലെ അതിപ്രാചീനമായ ഒരു രംഗകലയാണ് ചാക്യാർകൂത്ത്. കൂത്ത് പരമ്പരാഗതമായി ചാക്യാർ സമുദായത്തിലെ അംഗങ്ങളാണ് അവതരിപ്പിക്കുക. അതുകൊണ്ട് ചാക്യാന്മാരുടെ കൂത്ത് എന്ന അർത്ഥത്തിലാണ് ഈ പേര് നിലവിൽ വന്നത്. ഇത് ഒരു ഏകാംഗ കലാരൂപമാണ്. കൂടിയാട്ടം ആംഗികം, വാചികം, ആഹാരം, സാത്വികം എന്നിങ്ങനെ 4 വിധം അഭിനയങ്ങളെ കൂട്ടിയിണക്കി നൃത്തവാദ്യങ്ങളോട് കൂടി അഭിനയിക്കുന്ന സംസ്കൃത നാടകമാണ് കൂടിയാട്ടം. അഭിനയ കലയ്ക്ക് നൃത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തെ അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. പടയണി കേരളത്തിന്റെ പ്രാചീന സംസ്കാരത്തിന്റെ പ്രതീകങ്ങളിലൊന്നാണ് പടയണി. പടശ്രേണി എന്ന പദത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് പടയണി. നാടക സ്വഭാവമുള്ള കലാരൂപമായ പടയണി വിളവെടുപ്പിനോടനുബന്ധിച്ചാണ് പൊതുവെ നടത്തിവരുന്നത്. കുമ്മാട്ടി തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടി. മകരം, കുംഭം മാസങ്ങളിലെ വിളവെടുപ്പ് ആഘോഷത്തിന്റെ ഭാഗമായ ഈ കലാരൂപം തൃശൂരിൽ ഓണക്കാലത്താണ് ആട്ടവും പാട്ടുമായെത്തുക. പാലക്കാട് ഇതിനെ മുളയിടുക എന്നും പറയുന്നു. പുലികളി ഓണക്കാലത്താണ് ഈ കലാരൂപം അവതരിപ്പിക്കാറുള്ളത്. ഇതിനോട് ബന്ധപ്പെട്ട കലാകാരന്മാർ അന്നേ ദിവസം കടുവയുടെ ശരീരത്തിൽ ഉള്ളതുപോലെ വരകളും മുഖവും ശരീരത്തിൽ വരയ്ക്കുകയും മുഖമൂടി ധരിക്കുകയും വാദ്യമേളങ്ങൾക്കനുസരിച്ച് നൃത്തം വയ്ക്കുകയും ചെയ്യുന്നു. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം.
സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണി